എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത്? എന്താണ് എനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നത്? എന്താണ് എനിക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ജോബിൽ എത്തിച്ചേരാതിരുന്നത്? ഇതിനൊക്കെയുള്ള കാരണക്കാർ എൻ്റെ ഫാമിലിയിലുള്ളവരാണോ? അഥവാ എനിക്ക് ചുറ്റുമുള്ളവരാണോ? അഥവാ എൻ്റെ ഫ്രണ്ട്സാണോ? അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങളാണോ? അഥവാ എന്തുകൊണ്ടാണ് എനിക്ക് പണമില്ലാതെയായി പോയത്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി മാറിയത്? ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളായിരിക്കാം. ശരിയായിരിക്കാം, നിങ്ങൾക്കിതൊന്നുമില്ലായിരിക്കാം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെയധികം മോശമായിരിക്കാം. നിങ്ങൾക്കൊട്ടും ആരോഗ്യമില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇതില്ലാത്ത എത്രയോ പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റിയിൽ നിന്നും പുറത്തു വന്നിട്ട് ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരിക. നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന സ്ട്രഗിളിംഗ് പോയിന്റിനെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുക. അതിനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് നോക്കൂ. എത്ര മനോഹരമാണ് ഈ പ്രകൃതി. വളരെ കുറച്ചു കാലം മാത്രമാണ് ചെടികൾ നിലനിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ, അവരുടെ ജീവിത കാലഘട്ടം കഴിയുമ്പോൾ അവ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും. അതുപോലെ തന്നെയാണ് പക്ഷികളും. അവർക്കും വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് ജീവിതം ഭൂമിയിലുള്ളൂ. പക്ഷേ അവരെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അവരിൽ നിന്നും കൂടുതൽ പ്രയത്നിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലെ നിരാശയെ, നമ്മൾക്കൊന്നും ലഭിച്ചില്ല എന്നുള്ള നിരാശയെ മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ തൊട്ടുപുറകിൽ സഞ്ചരിക്കുന്ന ബുദ്ധി തന്നെയാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തിരിച്ചുവിടുക എന്നുള്ളതാണ്. അത് നല്ല മേഖലയിലേക്കും തിരിച്ചുവിടാം, ചീത്ത മേഖലയിലേക്കും തിരിച്ചുവിടാനായിട്ട് കഴിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സാമർഥ്യമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൻ്റെ ടോപ്പ് പോയിന്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോവാതെ മറ്റുള്ളവരെ പോലെ ആകുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉത്തരമുണ്ട്. അതായത് നിങ്ങൾ സെൽഫ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് കടന്നു വരിക. അതോടൊപ്പം തന്നെ സെൽഫ് കെയറിലേക്കും സെൽഫ് ലവിലേക്കും കടന്നു വരിക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ, മനസ്സിന് സന്തോഷമേകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.